അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില നല്ല മരണങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന വമൻ സ്വാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഖുതിമ ലഹു ബിഹി ദഖലൽ ജന്ന വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ഹദീസിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതായി. അതോടുകൂടി അദ്ദേഹം മരണപ്പെട്ടു, എന്നാൽ അയാൾ സ്വർഗത്തിലാണ്. ഒരാൾ നോമ്പനുഷ്ഠിച്ചു അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചിട്ട്, ആ നോമ്പോടുകൂടി അയാൾ മരണപ്പെടുകയും ചെയ്തു. ആ നോമ്പ് അയാളുടെ അവസാനത്തെ പ്രവർത്തനമാവുകയും ചെയ്തു, എന്നാൽ അയാൾ സ്വർഗത്തിലാണ്. ഇനി അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച ഒരാൾ സ്വതക്ക നൽകി, അങ്ങനെ ആ സ്വതക്കയോടുകൂടി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു, എന്നാൽ അയാൾ സ്വർഗത്തിലാണ്. ഈ ഹദീസിനെ മുൻനിർത്തിയിട്ട് നമുക്ക് പറയാം, ഒരാൾ നല്ല കാര്യങ്ങൾ ചെയ്തു, ഒരു സൽപ്രവർത്തനം, അള്ളാഹുവിന് പൊരുത്തമുള്ള, അള്ളാഹുവിന് ഇഷ്ടമുള്ള, സ്വർഗം കിട്ടാൻ കാരണമാകുന്ന ഒരു നന്മ ചെയ്തു. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആ നന്മ ചെയ്ത് അതോടുകൂടി അദ്ദേഹം മരണപ്പെട്ടാൽ ആ പ്രവർത്തനം അയാളുടെ അവസാനത്തെ പ്രവർത്തനമായാൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്ന, അതൊരു നല്ല മരണമാണ്. അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിലെ അവസാനത്തെ അമല്, അവസാനത്തെ പ്രവർത്തനം, അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. അതുപോലെ മറ്റൊരു ഹദീസിലുണ്ട്, നെറ്റിത്തടം വിയർക്കുക എന്നുള്ളത് അത് നല്ല മരണത്തിൻ്റെ ലക്ഷണമാണത്രേ. ഖുറാസാനിൽ മഹാനായ ബുറൈദ റളിയല്ലാഹു അൻഹു താമസിക്കുന്ന നേരം ആ നാട്ടിൽ ഒരാൾ രോഗിയായി. അങ്ങനെ ആ രോഗിയെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ ആ രോഗി മരണാസന്നനായി കിടക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടം ഇങ്ങനെ വിയർക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ മഹാനായ ബുറൈദ റളിയല്ലാഹു അൻഹു തക്ബീർ ചൊല്ലി, അല്ലാഹു അക്ബർ, എന്നിട്ട് പറഞ്ഞു, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൗത്തുൽ മുഅ്മിനി ബിഅറഖിൽ ജബീൻ. ഈ നെറ്റിത്തടം വിയർക്കുക എന്നുള്ളത്, മുഅ്മിനിൻ്റെ മരണം നെറ്റിത്തടം വിയർത്തുകൊണ്ടായിരിക്കും. അഥവാ നെറ്റിത്തടം വിയർത്തുകൊണ്ടുള്ള മരണം അത് നല്ലൊരു മുഅ്മിനായ മനുഷ്യൻ്റെ ഈമാനുള്ള മരണത്തിൻ്റെ ലക്ഷണമാണ് എന്ന്. അതുപോലെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ ഭാഗ്യമുണ്ടാവുക എന്നുള്ളത്, മാമിൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമുമില്ല, യമൂത്തു ഫി യൗമിൽ ജുമഅ, യമൂത്തു യൗമൽ ജുമഅത്തി, വെള്ളിയാഴ്ച ദിവസത്തിൽ മരണപ്പെടുന്ന ഏതൊരു മുഅ്മിനുമില്ല, മുസ്ലിമുമില്ല, ഔ ലൈലത്തൽ ജുമഅ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ. ഇപ്പോൾ വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാവിലോ മരണപ്പെടുന്നൊരു മുസ്ലിം, ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തൽ ഖബർ, ഖബറിൻ്റെ ഫിത്നയിൽ നിന്ന് അള്ളാഹു അവനെ സംരക്ഷിച്ചിട്ടല്ലാതെ ഇല്ല എന്ന്. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ കഴിഞ്ഞാൽ ഖബറിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷയുണ്ടാകുമെന്നാണ് നമ്മുടെ ശൈഖുന മൂര്യാട് ഉസ്താദ് അവറുകൾ ഏത് സദസ്സിൽ ചെന്നാലും ദ്വാരക്കാറുള്ളത്, വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണം നൽകണേ എന്നല്ലേ. അതേപോലെ തന്നെയാണ് മഹാനവറുകൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അള്ളാഹു നമ്മുടെയും ആഖിബത്ത് നന്നാക്കി തരട്ടെ. അതുപോലെ മറ്റു ചില മരണങ്ങളുണ്ട്, ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടുന്ന മരണം. ഷഹീദ് എന്ന് പറയുമ്പോൾ ഷഹീദ് രണ്ട് വിധത്തിലാണ്. ഒന്ന് ദുനിയാവിലെ ഷഹീദ്, മറ്റൊന്ന് ആഖിറത്തിലെ ഷഹീദ്. ദുനിയാവിലെ ഷഹീദ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളോട് പടപൊരുതിയിട്ട് മരണപ്പെടുന്ന ആളുകൾ, അത് നമുക്കറിയാം. ഇനി ആഖിറത്തിലെ ഷഹീദുണ്ട്, അഥവാ ഷഹീദിൻ്റെ പ്രതിഫലം പോലോത്തത് കിട്ടുന്ന, പരലോകത്ത് ഷഹീദിൻ്റെ പ്രതിഫലം പോലോത്തത് കിട്ടുന്ന ആളുകൾ, ആ ഷഹീദ്. അങ്ങനെ രണ്ട് തരത്തിലുള്ള ഷഹീദുണ്ട്. മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്, തൻ്റെ സമ്പാദ്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ കൊല്ലപ്പെട്ടാൽ അവൻ ഷഹീദാണ്. അഥവാ അക്രമികൾ തൻ്റെ സമ്പാദ്യം കൊള്ളയടിക്കുന്നു, തൻ്റെ സമ്പാദ്യം സംരക്ഷിക്കാൻ വേണ്ടി ഇവൻ മുന്നിട്ടിറങ്ങി, അതിനിടയിൽ അക്രമികളാൽ ഇവൻ കൊല്ലപ്പെട്ടു, എന്നാൽ ഇവന് പരലോകത്ത് ഷഹീദിൻ്റെ കൂലിയാണ്. വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്, തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനിടയിൽ കൊല ചെയ്യപ്പെട്ടു അപ്പോഴും, അല്ലെങ്കിൽ മരണപ്പെട്ടു, അപ്പോഴും അവൻ ഷഹീദാണ്. വമൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദ്, ഒരാൾ തൻ്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ കൊല ചെയ്യപ്പെട്ടു, മരണപ്പെട്ടു, എന്നാൽ അപ്പോഴും ഷഹീദാൻ. വമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദ്, തൻ്റെ ശരീരം സംരക്ഷിക്കാൻ സ്വയം സംരക്ഷണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ കൊല ചെയ്യപ്പെട്ടു, അപ്പോഴും അവന് പരലോകത്ത് ഷഹീദിൻ്റെ പ്രതിഫലമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. മറ്റൊരു ഹദീസിലുണ്ട്, അബൂദാവൂദുള്ള ഹദീസിലുണ്ട്, അഷ്ഷഹാദത്തു സബ്ഉൻ സിവൽ ഖത്ലി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാവുക എന്നതുകൂടാതെ 7 വിധത്തിലുള്ള ഷഹാദത്തുണ്ട്, രക്തസാക്ഷിത്വമുണ്ട്.
അപ്പോൾ പരലോകത്ത് ഷഹാദത്തിൻ്റെ പ്രതിഫലം കിട്ടുന്ന 7 വിഭാഗം ആളുകൾ. ഒന്ന്, അൽ മത്ഊനു ഷഹീദുൻ, പ്ലേഗ് രോഗം വന്നിട്ട് മരണപ്പെടുന്നവർ ഷഹീദാൻ. വൽ ഗാരിഖു ഷഹീദുൻ, മുങ്ങി മരണം സംഭവിച്ചവർ ഷഹീദാൻ. വസാഹിബു ദാത്തിൽ ജംബി, ശ്വാസകോശ സംബന്ധിയായ രോഗം കാരണം മരണപ്പെട്ടവർ ഷഹീദാൻ. വൽ മബ്തൂനു ഷഹീദുൻ, ഉദര സംബന്ധമായ വയറ് സംബന്ധമായ രോഗം കാരണം മരണപ്പെട്ടവർ ഷഹീദാൻ. വസാഹിബുൽ ഹരീഖ് ഷഹീദുൻ, അഗ്നിബാധ സംഭവിച്ചു മരണപ്പെട്ടവർ ഷഹീദാൻ. വല്ലദീ യമൂതു തഹ്തൽ ഹദ്മി ഷഹീദുൻ, കെട്ടിടം പൊളിഞ്ഞ് അതിനാൽ മരണപ്പെട്ടവർ അവർ ഷഹീദാൻ. വൽ മർഅതു തമൂതു ബിജുംഇൻ ഷഹീദുൻ, ഗർഭസ്ഥ ശിശു കാരണം മരണപ്പെടുന്ന സ്ത്രീ അവൾ ഷഹീദാൻ. ഇങ്ങനെ 7 വിഭാഗം രക്തസാക്ഷിത്വമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഏതായിരുന്നാലും നമ്മുടെ ആഖിബത്ത് അള്ളാഹു നമുക്ക് നന്നാക്കി തരട്ടെ. നല്ല സമയത്ത്, നല്ല നേരത്ത്, നല്ല അമല് ചെയ്ത് അള്ളാഹുവിന് പൊരുത്തമുള്ള രീതിയിൽ മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.